വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം തലക്കറിയാണ്. ഹമൂർ ഫിഷിൻ്റെ തല തേങ്ങ അരച്ച് വെക്കുവാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കൊച്ചു ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനായിട്ട് ആദ്യമേ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ മുളക് പൊടി ഇവിടെ എരിവ് കുറച്ച് മതി, അത് കാരണം നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് മിക്സിക്കകത്തിട്ട് അരയ്ക്കാനായിട്ട് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. മീൻ ഞാൻ നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം അരപ്പ് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ച് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. ബാക്കി വീഡിയോയിലേക്ക് പോകാം. അരപ്പ് ഞാൻ ചട്ടിക്കകത്ത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അവരവർക്ക് എരിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ, പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുക്കുക. ഹമൂർ മീൻ അതിൻ്റെ ലാർജ് ആയിട്ടുള്ള മീനുണ്ട്, അത് എടുക്കുന്നതാണ് നല്ലത്. സ്മാൾ, മീഡിയം, ലാർജ് അങ്ങനെയാണ് നമ്മൾ കടയിൽ മേടിക്കാൻ ചെല്ലുമ്പം നമുക്കത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലാർജ് നോക്കി എടുക്കുകയാണെങ്കിൽ അതിന് നല്ല നെയ്യാണ്, നല്ല ടേസ്റ്റാണ്. ആ മീൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ലാർജിന്. സ്മാളിനാണെങ്കിൽ അത് അത്രയും വരത്തില്ല, അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പച്ചമുളക് ഞാൻ നടുവേനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഞാൻ നടുവേനെ മുറിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് പച്ചയ്ക്ക് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണേ. അതേപോലെ ഞാൻ പിഴുപുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മളിത് അടച്ച് വെക്കാൻ പോവുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഹമൂർ മീൻ്റെ ആ നെയ്യ് ഇതായിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ഈ മീൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഓക്കെ, നമുക്കിനി അടച്ച് വെക്കാം. എണ്ണ നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കടുക് തളിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇത് ഓഫാക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു അഗെയിൻ.